വീട്ടിലെന്തെങ്കിലും പണി, റോഡിന്റെ പണി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവിടെ പണിക്ക് ആളാവശ്യമുണ്ടോ അന്ന് ചിഞ്ചൂര ചെല്ലനും ചന്ദ്രികയ്ക്കും വേണ്ടിയിരുന്നു. ഇപ്പൊ ഈ എന്റെ എക്സ് ഹസ്ബൻഡ് ഉദയകുമാർ എന്നാണ് ആളെ പേര്. ഇതൊന്നും ഞാൻ പറയാൻ വിചാരിച്ച കാര്യം. പിന്നെ നിങ്ങൾക്ക് ആർക്കും ഞാനൊരു ബാധ്യത ആവില്ല, അങ്ങനെ തോന്നുന്ന ഞാൻ ആത്മഹത്യ ചെയ്യുള്ളൂ. അന്നപ്പോ എന്നോട് എന്താ വെച്ചറിയോ, നീ ചത്താ കുഴിച്ചിട്ടുണ്ടായിരുന്നു. നാട്ടുകാർ കുഴിച്ചിട്ട് നല്ല ആൾക്കാരെ നടക്കേണ്ട ആവശ്യമില്ല. ഒളിച്ചോടി കല്യാണം കഴിക്കുന്ന പെൺകുട്ടികൾക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ഇതിൻ്റെ മുന്നേയും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരു വീഡിയോ തന്നെയാണ് ഇത്. കാരണം ഒളിച്ചോടി കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുടുംബക്കാരുടെ ഭാഗത്ത് നിന്ന് കാര്യമായ സപ്പോർട്ടുകളൊന്നും തന്നെ പിന്നീട് ഉണ്ടാവാൻ വേണ്ടി സാധ്യതയില്ല. കാരണം നിങ്ങൾ തിരഞ്ഞെടുത്ത ബന്ധമാണ്. ആ ബന്ധത്തിൽ പിന്നെ എന്ത് നല്ലതുണ്ടായാലും മോശമുണ്ടായാലും നിങ്ങൾ തന്നെ അനുഭവിക്കുക എന്നുള്ള ഒരു മട്ട് തീർച്ചയായിട്ടും കുടുംബക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവൽ സ്വാഭാവികമാണ്. അത്തരത്തിൽപ്പെട്ട ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസറായ ലജിത നായർ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സ്ത്രീക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത്. ആ ലജിത നായർ, ചിഞ്ചു എന്ന് വിളിക്കുന്ന ആ ലജിത നായർക്ക് അവരുടെ ജീവിതത്തിൽ അവരെ ജാതിയേക്കാൾ താന്ന ഒരാളെയാണ് അവർ കല്യാണം കഴിച്ചത്. അതിനുശേഷം കുറച്ച് കാലങ്ങൾ മുന്നോട്ട് പോയ സമയത്ത് അവർക്ക് ജീവിതത്തിൽ തുടരാൻ പറ്റാത്ത ഒരവസ്ഥ വന്ന സമയത്ത് തീർച്ചയായിട്ടും അവർ എന്താക്കി, അവർ ഡിവോഴ്സിന് വേണ്ടി കാര്യങ്ങൾ നീക്കുന്നു. ആ സമയത്ത് തീർച്ചയായിട്ടും അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു അഭിപ്രായം, ഡിവോഴ്സ് വേണ്ട. കാരണം ഡിവോഴ്സ് കഴിഞ്ഞ് ഈ കുട്ടി തിരിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ തലയിലാവുമെന്നുള്ള പേടി കൊണ്ടാണ് അവർ ആ ഡിവോഴ്സിനെ തടയുന്നത് എന്നാണ് ലജിത നായർ പറയുന്നത്. അതുവരെ നാട്ടുകാരോടും വീട്ടുകാരോടും എല്ലാം ഈ കുട്ടി പടിക്ക് പുറത്താണ്, അവരുടെ കാര്യത്തിൽ ഞങ്ങളോട് വന്ന് പറയേണ്ട എന്ന് പറഞ്ഞ അച്ഛനും അമ്മയും എല്ലാം കളം മാറി എന്നും മരുമോനെ ചാക്കിട്ട് പിടിച്ചുകൊണ്ട് നീയായിട്ട് തിരഞ്ഞെടുത്ത ബന്ധമാണ്, തീർച്ചയായിട്ടും അതിൽ വരുന്ന പാകപ്പയോളെല്ലാം തന്നെ നീ അനുസരിക്കണം, അതുകൊണ്ട് വിവാഹത്തിൽ തുടർന്ന് പോകണമെന്നാണ് അച്ഛനും അമ്മയും പറയുന്നത് എന്ന് പറയുന്നത് ഞാനല്ല, ഈ ലജിത നായരാണ്. അവർക്ക് എന്താണ് പറയാനുള്ളത് അവരുടെ ജീവിതത്തെക്കുറിച്ച്? നമുക്ക് ആദ്യമായിട്ട് അതൊന്ന് കേൾക്കാം. ഒരു കാര്യം പറയാനുണ്ടോ? വേറൊന്നുമല്ല, എൻ്റെ ജീവിതത്തിനെ പറ്റിയുള്ള കാര്യം. ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ഡൈവേഴ്സ് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ. ഇന്നലെ ഇവിടെ വരുന്ന ഒരാൾ എൻ്റെ അച്ഛനോട്, എൻ്റെ അച്ഛനെ ഇവിടെ ഈ 21 താമരശ്ശേരിയിലുള്ള എല്ലാ ആൾക്കാരും അറിയും. എൻ്റെ അച്ഛൻ ആദ്യം ബസ് ഡ്രൈവറായിരുന്നു. ഇതൊന്നും ഞാൻ പറയരുത് എന്ന് വിചാരിച്ച കാര്യങ്ങളാണ്. അച്ഛൻ തൗഫീക്ക് ബസ്സിൽ പോയിട്ടുണ്ട്, ഇപ്പോഴും ഇടയ്ക്ക് പോയുണ്ട്. ഇവിടെ ഇപ്പോൾ പെരുമ്പള്ളി അങ്ങാടിയിൽ ഓട്ടോ ഓടിക്കുകയാണ്. ഒരാളോട് പറഞ്ഞതാണ്, എൻ്റെ കാര്യം പറഞ്ഞപ്പം ഓളെ കാര്യം പറയണ്ട, ഓളെ ഞങ്ങൾ ഒഴിവാക്കിയാണ്, എന്ത് പറഞ്ഞാലും തിരിഞ്ഞു നോക്കൂലെന്ന്. നിങ്ങൾ തിരിഞ്ഞു നോക്കൂല എന്നുള്ള, അതായത് ഒരു തിരിഞ്ഞു നോക്കൂല എന്നുള്ള 100% ബോധ്യമായ കാര്യമാണ്. ഓർക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഓൾ എന്നെ വിളിക്കുകയൊക്കെ ചെയ്യലുണ്ടായിരുന്നു. വീട്ടിലെന്തെങ്കിലും പണി, റോഡിന്റെ പണി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവിടെ പണിക്ക് ആളാവശ്യമുണ്ടോ അന്ന് ചിഞ്ചൂര ചെല്ലനും ചന്ദ്രികയ്ക്കും വേണ്ടിയിരുന്നു. ഇപ്പൊ ഈ എന്റെ എക്സ് ഹസ്ബൻഡ് ഉദയകുമാർ എന്നാണ് ആളെ പേര്. ഇതൊന്നും ഞാൻ പറയാൻ വിചാരിച്ച. അപ്പോൾ സഹോദരി പറഞ്ഞ നിങ്ങൾ കേട്ട് കാണും. വളരെ അച്ഛനെയും അമ്മയും പേരെടുത്ത് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ആ സഹോദരി നമ്മെ പരിചയപ്പെടുത്തുന്നത്. ചെല്ലനും ചന്ദ്രികൾക്കും വീട്ടിൽ പണിക്കാരാവശ്യമുള്ള സമയത്ത് മാത്രമേ എന്നെ ആവശ്യമുള്ളൂ, അല്ലാത്ത സമയത്ത് അവർക്ക് എന്നെ ആവശ്യമില്ല എന്ന് പറയുക. റോഡ് പണിയും മറ്റു പരിപാടികളും എല്ലാം ഉള്ള സമയത്ത് ചിഞ്ചുവിനെ വിളിക്കുപോലും. അതുപോലെ തന്നെ അവരുടെ എക്സ് ഹസ്ബൻഡ് എന്നാണ് അവർ സംബോധന ചെയ്യുന്നത്. ഡിവേഴ്സിന് കൊടുത്തിട്ടേ ഉള്ളൂ, ഡിവേഴ്സ് ആയിട്ടില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ പേര് ഉദയകുമാർ എന്നാണ്. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് സഹോദരി ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു വെക്കുന്നത് ഇതൊരിക്കലും ഞാൻ പറയണമെന്ന് വിചാരിച്ചതല്ല, പിന്നെ എന്തിനാണ് പറയുന്നത്? കാരണം നിങ്ങളുടെ കുടുംബകാര്യം നിങ്ങൾ പറയണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും ലക്ഷക്കണക്കിന് ആൾക്കാർ ഇത് കാണും. പിന്നെ അച്ഛനെ വളരെ മോശകരമായ രീതിയിലാണ് അഭിസംബോധന ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർ പോകുന്ന ബസ്സിൻ്റെ പേരടക്കം തൗഫീഖ് എന്നാണ് ബസ് എന്നും, ഇപ്പോൾ ഓട്ടോ സ്റ്റാൻഡ് ഓട്ടോ ഓടിക്കുകയാണ് തിരുവമ്പാടി എന്നെല്ലാം കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അവരെ പറഞ്ഞ് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. കാരണം നാളെ ഈ ഒരാൾ ഇവരുടെ അടുത്ത് വന്ന ഒരു സുഹൃത്ത് അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ഈ കുട്ടിയെ കുറിച്ച് പറഞ്ഞ സമയത്ത് അവരോട് പറഞ്ഞു പോലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു മക്കളിൽ, അവരുടെ കാര്യം ഞങ്ങളോട് പറയണ്ട എന്ന് പറഞ്ഞു. സ്വാഭാവികമാണ്. കാരണം നിങ്ങൾ ഒളിച്ചോടി പോയിട്ട് അച്ഛനും അമ്മയും വേണ്ട എന്ന് പറഞ്ഞ് കാമുകൻ്റെ കൂടെ പോയ സമയത്ത് അച്ഛനും അമ്മയ്ക്കും തീർച്ചയായിട്ടും അവർക്ക് സങ്കടം കാണും. അതൊരു സമയത്ത് ആരെന്ത് വന്ന് പറഞ്ഞാലും അവരുടെ കാര്യം ഞങ്ങളോട് പറയണ്ട, അവർ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതാണ് എന്നേ പറയൂ. അതിലൊന്നും വലിയ ഒരു തെറ്റ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. ഈ പറയുന്നതും കള്ളത്തരമാണ്. കാരണം ഇതിൻ്റെ ബാക്കി സ്ത്രീ പറയുന്നുണ്ട്, നമുക്ക് അതുകൂടി കേൾക്കാം. അന്നപ്പം ആളെ എതിരെ ഞാനിപ്പോൾ കേസ് കൊടുത്തു. ഒരു കാര്യം ചെയ്തു തരാത്ത ഒരാളാണ്. അത് എൻ്റെ വീട്ടുകാർക്ക് അറിയാം, എൻ്റെ വീട്ടുകാർക്ക് അറിയുന്ന കാര്യമാണ്. വീട്ടുകാർ കുറേ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക്
നിൽക്കുന്ന സ്ഥലത്തേക്ക് സാധനമായി തന്നിട്ടുണ്ട്. അപ്പം ഈ അച്ഛനും അമ്മയും തന്നെ കുറേ വീട്ടിലേക്ക് സാധനങ്ങളും കാര്യങ്ങളും വാങ്ങി തന്നിട്ടുണ്ട്. അപ്പോൾ സഹോദരി തന്നെ പറയുകയാണ്, ഈ ഉദയകുമാർ എന്ന് പറയുന്ന തൻ്റെ എക്സ് ഹസ്ബൻഡ് എന്നെ ഒരു കാലത്തും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവിടെ കയറിയത് മുതൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്ന സമയത്ത് പോലും വീട്ടിലേക്ക് സാധനങ്ങളെല്ലാം വാങ്ങി തന്നത് എൻ്റെ അച്ഛനും അമ്മയുമാണ് എന്ന് ഈ സഹോദരി അറിയാതെ പറയുകയാണ്. അപ്പോൾ ഈ അച്ഛനും അമ്മയും എന്ന് പറയുന്നത് ആരാണ്? ഈ ചെല്ലനും ചന്ദ്രികയും എന്ന് പറയുന്ന ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും തന്നെയാണ് എല്ലാ സാധനങ്ങളും വീട്ടിലേക്ക് ഉദയകുമാർ വാങ്ങിക്കൊടുക്കാത്ത സമയത്തെല്ലാം വാങ്ങിക്കൊടുത്ത് സഹായിച്ചത് എന്ന് ആ കുട്ടി പറയുമ്പോൾ തീർച്ചയായിട്ടും അച്ഛനും അമ്മയും തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയുന്നത് കള്ളത്തരമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എന്തോ ഒരു അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് അവരെ മോശകരമായി ചിത്രീകരിക്കുന്ന അപ്പുറത്തേക്ക് കല്യാണം കഴിഞ്ഞാലും ഏതൊരച്ഛനും അമ്മയ്ക്കും അവരുടെ മക്കൾ തന്നെയാണ്. അവർ തിരിഞ്ഞു നോക്കുകയും ചെയ്യും തീർച്ചയായിട്ടും. പക്ഷേ നിങ്ങൾ ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും മാനസിക വിഷമത്തെ തുറന്ന് എല്ലാവരോടും ഞങ്ങളെ മക്കളല്ല എന്നും അവരുടെ കാര്യം ഞങ്ങളോട് പറയണ്ട എന്നൊക്കെ അവർ പറയും. അത് അവരുടെ ഒരു വേദനയായിട്ട് നിങ്ങൾ കാണണം. ഇനി ബാക്കി പറയുന്നുണ്ട്, നമുക്ക് അതുകൂടി കേൾക്കാം. നാട്ടുകാരെ ബോധിപ്പിക്കാൻ ഒരു ഭർത്താവിൻ്റെ ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല, ഒരു കാര്യത്തിലും വരുന്നില്ല. പിന്നെ എൻ്റെ ചേച്ചീൻ്റെ ഹസ്ബൻഡ് പ്രജിത്രാജ്, എല്ലാവരും പേരെടുത്ത് പറയുന്നത് എന്തുകൊണ്ടറിയും? ഇതൊന്നും ഞാൻ പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങളല്ല, അത്രയ്ക്കും വിഷമമുണ്ട് ഉള്ളിൽ. പ്രജിത്രാജിനോട് ഞാൻ പറഞ്ഞു, എന്ത് പിന്നെ നിങ്ങൾക്ക് ആർക്കും ഞാനൊരു ബാധ്യത ആവില്ല, അങ്ങനെ തോന്നുന്ന ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. അന്നപ്പോൾ എന്നോട് എന്താ വെച്ചറിയോ, നീ ചത്താ കുഴിച്ചിട്ടുണ്ടേന്ന്. പിന്നെ എൻ്റെ ചേച്ചി ഇപ്പം അടുത്ത് ഓപ്പോളോട് പറഞ്ഞാണ് പോലും ഓനാരും ഇല്ലാന്ന്, ഉദയകുമാറിന് ആരും ഇല്ലാന്ന്. എനിക്കാരാള്? എൻ്റെ കല്യാണം ഞങ്ങൾ 2 കാസ്റ്റാണ്, ഞങ്ങൾ നായരും ഉദയകുമാർ തീയനുമാണ്. ഞാനിതൊന്നും ഞാൻ നോക്കിയിട്ടല്ല സ്നേഹിച്ചത്. ഓൻ്റെ കളറോ ജാതിയോ ഓൻ്റെ പൈസയോ ഇതൊന്നും ഞാൻ നോക്കിയിട്ടല്ല ഞാൻ സ്നേഹിച്ചു. എൻ്റെ കൂടെ നിൽക്കും എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഒന്നൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ് 3 തുടങ്ങി എൻ്റെ അമ്മായും പ്രശ്നം. ഇത്രയും കൊല്ലം 8 കൊല്ലം ഞാൻ അവിടെ നിന്ന് അനുഭവിച്ചു. ഇപ്പൊ 14 കൊല്ലം കഴിഞ്ഞു. 14 കൊല്ലം ഒരു കാര്യം കൊണ്ടും ഒരു സപ്പോർട്ടും ഇല്ലാത്ത ഒരാളെ കൊണ്ട് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഡിവേഴ്സിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ ചെല്ലനും ചന്ദ്രികയ്ക്കും ഒക്കെ എന്തായി? ഉദയകുമാർ നല്ലതും ചിഞ്ചു മോശമായി. ആയിക്കോട്ടെ, പക്ഷെ ഇത് നിങ്ങൾ നാട്ടുകാരോട് പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. അതിനെക്കൊണ്ട് എന്താണ് ഞാൻ നിങ്ങളൊരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ അവർ പറയാണ്, 14 വർഷമായിട്ട് എന്നെ തുറിഞ്ഞു നോക്കാത്ത അദ്ദേഹത്തിന് ഇനി എനിക്ക് ജീവിതത്തിൽ വേണ്ട എന്ന് പറയുന്നു. അപ്പോൾ വീട്ടുകാർക്ക് ഈ 14 വർഷം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഉദയകുമാർ നല്ലവനും ചിഞ്ചു മോശവുമായി എന്നാണ് ചിഞ്ചു പറയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ, കാരണം ഡിവോഴ്സ് ആവുക എന്ന് പറഞ്ഞ സമയത്ത് അച്ഛനും അമ്മയും അവരുടെ തലയിലാവും മകൾ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഉദയകുമാറിനെ സ്വീകരിച്ച് സ്നേഹിച്ച് അവനെ നല്ല കുട്ടിയാക്കി വെച്ച് നാട്ടുകാരോടെല്ലാം അങ്ങനെ പറഞ്ഞു നടക്കുകയാണ് എന്നാണ് ചിഞ്ചു പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടി സമയം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമായി വരും. ആ വയസ്സാവുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളും. ഇനി ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്, നമുക്ക് അതുകൂടി കേൾക്കാം. ഇല്ല, ചെറുപ്പം തൊട്ടിട്ട് ആരുമില്ല. എന്തൊക്കെ അനുഭവിക്കാൻ പറ്റും അതൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരാളെ ഭാഗത്തുനിന്ന് ഒരു സ്നേഹം എനിക്ക് കിട്ടിയിട്ടില്ല. അത് അന്നാണെങ്കിലും ശരി, ഇന്നാണെങ്കിലും ശരി. സഹായിച്ചിട്ടില്ലെങ്കിലും ഉപദ്രവിക്കാൻ നിൽക്കുക. ഞാൻ നാട്ടുകാരോട് പറഞ്ഞ് നടന്നിട്ടില്ല ഇതുവരെ. നിങ്ങൾ ഉദയകുമാർ പറഞ്ഞ് നടക്കുന്നുണ്ട്, പിന്നെ എൻ്റെ പുരക്കാരും നിങ്ങൾ പറഞ്ഞ് നടക്കുന്നത് കൊണ്ടാണ്. പിന്നെ ഞാനായിട്ട് മറച്ചു വെച്ചിട്ട് നടക്കുന്ന ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഓരോ ആൾക്കാരെ പേര് വരെ തിരഞ്ഞെടുക്കുന്നത്. നാട്ടുകാർ മുന്നിൽ അങ്ങനെ നല്ല ആൾക്കാരെ നടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്നേഹത്തിനെ കുറിച്ചൊക്കെ നമ്മുടെ ലജിത പറയുകയാണ്, എനിക്ക് ചെറുപ്പത്തിൽ ഒരിക്കലും ഒരിറ്റു സ്നേഹം പോലും എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഞാൻ ഒറ്റക്കാണ് എന്നും എന്നെ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്, എന്നെ വേണമെങ്കിൽ വിട്ടേക്ക് എന്നൊക്കെ പറയുകയാണ്. ഈ ഒരു സ്നേഹക്കുറവ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് അച്ഛനോടും അമ്മയോടും വേണ്ടത്ര സ്നേഹം കിട്ടിയില്ല, വേണ്ടത്ര ലാളന കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്ന കുട്ടികളുടെ ഒരു തീർച്ചയായിട്ടും ഇങ്ങനെ ഒളിച്ചോടി പോകുന്നവർക്ക് എന്തെങ്കിലും ഒരു കാരണം കാണും പറയാൻ. കാരണം അവർക്ക് വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടാത്തത് കൊണ്ടാണ് സ്നേഹം കിട്ടിയ സമയത്ത് അവർ ഒളിച്ചോടി പോയത് എന്ന് തന്നെയാണ് ഇപ്പോൾ അവർ പറഞ്ഞു വെക്കുന്നത്. എനിക്ക് ഇവരോട് സ്നേഹപൂർവ്വം ചോദിക്കാനുള്ളത്, ഒരു അച്ഛനും അമ്മയും നിങ്ങളെ പെറ്റ് പോറ്റി വളർത്തി ഏകദേശം ഒരു 18 വയസ്സ് വരെയെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളെ വളരെ സ്നേഹത്തോടു കൂടി തന്നെ ആയിരിക്കും പോറ്റി കാണുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്.
അല്ലാതെ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് ഈ കാണുന്ന നിങ്ങളുടെ ഈ ഒരു കോലത്തിലും സൗന്ദര്യത്തിലും ആകാരത്തിലും ഒന്നും നിങ്ങൾ എത്തിച്ചേരുകയില്ല. അത്തരത്തിൽപ്പെട്ട നിങ്ങളെ ഇങ്ങനെ ആക്കിയെടുക്കാൻ അച്ഛനും അമ്മയും എത്രമാത്രം കഷ്ടപ്പെട്ട് കാണും. ആ അച്ഛനും അമ്മയോടും ഇല്ലാത്ത കൂറ് തീർച്ചയായിട്ടും ഇന്നലെ കണ്ട ഒരുത്തനോട് നിങ്ങൾക്ക് തോന്നി. ആ സ്നേഹമാണ് വലുത് എന്ന് നിങ്ങൾ അങ്ങോട്ട് തെറ്റിദ്ധരിച്ചു. എന്നിട്ട് 14 വർഷം നിങ്ങൾക്ക് താമസിക്കുന്ന സമയമാകുമ്പോഴേക്കും ഈ 18 വർഷം പോറ്റിയ അമ്മനെയും അച്ഛനെയും നിങ്ങൾ മറന്നു. 14 വർഷമാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവരെയും ഇഷ്ടപ്പെടാതെ ഡിവോഴ്സിൻ്റെ വക്കലിലേക്ക് നിങ്ങൾ ജീവിതം എത്തിച്ചു. എന്തുകൊണ്ടാണ്? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ആർക്കായിരുന്നു നിങ്ങളോട് സ്നേഹം കൂടുതൽ? ഈ അച്ഛനോ അമ്മയ്ക്കോ ഈ ചന്ദ്രികക്കാണോ? അതല്ല ഇന്നലെ കണ്ട ഉദയകുമാറിനാണോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരുന്നു. അത് രണ്ടും ഇപ്പോൾ ഇല്ലാത്ത ഒരു കോലത്തിലേക്ക് നിങ്ങൾ പോയി. ഇനി നിങ്ങൾക്ക് മൂന്നാമത്തെ ഒരാളുടെ സ്നേഹം കിട്ടുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടാണോ നിങ്ങൾ ഇത്തരത്തിൽ കൊണ്ട് പ്രതികരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വന്ന് നിങ്ങൾ പറയുകയാണ്, ഇതൊന്നും ഞാൻ പറയണമെന്ന് വിചാരിച്ചതല്ല എന്ന് പറഞ്ഞിട്ട് ജീവിതത്തെക്കുറിച്ചും നിങ്ങളെ കുടുംബക്കാരെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും സഹോദരി ഭർത്താവിൻ്റെ പേരുകൾ നിങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെല്ലാം സമൂഹത്തിൻ്റെ മുന്നിൽ വളരെ മോശകരമായ കഥാപാത്രങ്ങളായി നിങ്ങളിപ്പോൾ ചിത്രീകരിച്ചൊരു വീഡിയോ ചെയ്തു. ഇതുകൊണ്ടൊക്കെ ആത്യന്തികമായിട്ടുണ്ടാകാൻ പോകുന്ന കാരണം, ഇനി മരിക്കുന്നത് വരെ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോട് പൊരുത്തപ്പെട്ട് തരാൻ പറ്റാത്തൊരവസ്ഥയായി മാറും. കാരണം സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ അവർക്ക് പറ്റാത്തൊരവസ്ഥയായി. കാരണം അവരെക്കുറിച്ച് അത്രയും മോശകരമായ കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ വന്ന് പറയുന്നത്. ഇത്തരം വീഡിയോകൾ ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് വിനീതമായിട്ട് പറയാൻ, ദയവായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പങ്കുവെക്കരുത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ട് അങ്ങോട്ട് ഒരുമിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പോലും നിങ്ങൾക്കത് ഒരുമിക്കാൻ പറ്റാത്തൊരു സന്ദർഭമായി മാറും ജീവിതത്തിൽ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കരുതിയിട്ട് വേണം നിങ്ങളെ ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ സമൂഹത്തോട് വന്ന് പറയാനെന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.